നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഡോക്ടർ രൂപേഷും ഡോക്ടർ കൗശിക്കും ഇവിടെ ഉണ്ട്. നമുക്ക് ഓൾറെഡി ഇതിനകം 3-4 വീഡിയോസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു, റൂട്ട് കനാലും ക്രൗണും സംബന്ധിച്ച്. അപ്പം ഞാനൊരു സർജൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കൺസർവേറ്റീവ് ആയിട്ടുള്ള, അതായത് പല്ലുകൾ നിലനിർത്തിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ടേക്ക് ഓവർ ചെയ്യും. ഒരു സർജൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ പല്ലെടുത്ത് കളയും. ആ പല്ലെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പല്ലെടുത്ത് കളയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ എടുക്കുക എന്നുള്ള ഒരു ചില സമയത്തൊരു സ്ട്രഗിളാണ്. പലപ്പോഴും അത് സർജിക്കലി എടുക്കേണ്ടി വരും. എന്താ കാരണം? നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടിലായിരിക്കും, പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇൻഫെക്ഷനും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഇൻഫെക്ഷൻ കളഞ്ഞ് അത് വളരെ വ്യക്തമായിട്ട് അത് മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം അത് സൂച്ചർ ചെയ്ത് നിർത്താൻ. ഇനി പലപ്പോഴും നമ്മൾ പല്ലെടുത്തു കഴിഞ്ഞാൽ വിസ്ഡം ടൂത്ത് ഒഴിച്ചുള്ള പല്ലുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് റീപ്ലേസ് ചെയ്യണം. എങ്ങനെ റീപ്ലേസ് ചെയ്യും? അപ്പം ഞാനൊരു ഇംപ്ലന്റോളജിസ്റ്റ് ആണ്. പലപ്പോഴും നമ്മൾ ഇംപ്ലാന്റ്സ് അവിടെ പ്ലേസ് ചെയ്തിട്ട് നമ്മളത് റീപ്ലേസ് ചെയ്യും. പക്ഷെ അടിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇംപ്ലാന്റ് ചെയ്യില്ല. പല്ലെടുത്ത് കളഞ്ഞ് സൂച്ചർ ഇട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 3 മാസമോ 6 മാസമോ ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഹീലിംഗ് എല്ലാം നോർമലായി, ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ടാണ് നമ്മളത് റീപ്ലേസ് ചെയ്യുക. ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ റൂട്ട് കനാൽ ചെയ്താൽ റൂട്ട് കനാൽ എന്നാൽ എന്താണ്? റൂട്ട് കനാൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റൂട്ട് കനാൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല, ക്രൗൺ ഇടാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റൂട്ട് കനാൽ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥകളിലും റൂട്ട് കനാൽ ഫെയിലിയേഴ്സ് ഉള്ള അവസ്ഥകളിലും ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ആൾക്കാരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക.